വീട്ടിൽ കാര്യം അന്ന് തന്നെ അവതരിപ്പിച്ചു. ചേച്ചി വിഷമിക്കാതെ, ജോലി പൊയ്ക്കോട്ടെ, നമുക്ക് വേറെ നോക്കാം. നന്ദു അവളെ സമാധാനിപ്പിച്ചു. രാത്രി കിടക്കാൻ നേരം അവൾ വല്ലാതെ സങ്കടത്തിലായിരുന്നു. ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷ തൻ്റെ മേൽ ചുമത്തിയത് അത്രയും അവളെ തളർത്തിയിരുന്നു. മോളെ, വിനോദ അവളെ അടുക്കൽ ചെന്നിരുന്നു. കണ്ണ് നിറച്ച് നിൽക്കുന്നവളെ നെറുകിൽ പതിയെ തലോടി. എന്തിനാ കരയുന്നേ? മോളുടെ മനസാക്ഷിക്ക് അറിയാലോ മോളല്ല എടുത്തതെന്ന്. പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കെന്താ? എൻ്റെ മോളുടെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. അവളെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. അവൾ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കി. ഇരു കൈകൾ കൊണ്ടും മുഖം അമർത്തി തുടച്ചു. താൻ തനിച്ചല്ല, എല്ലാവരുമുണ്ട് കൂടെ. ചെയ്യാത്ത തെറ്റിന് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. അവൾ ഒരു ഉറപ്പെന്ന പോലെ കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം അമ്മ. അമ്മയോട് അനുവാദം പോലെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അനുവിനെ അവൾ മനഃപൂർവ്വം വിളിച്ചിരുന്നില്ല. തനിച്ചാവണമെന്ന് തോന്നിപ്പോയി. ഇവ പിന്നിൽ നിന്നുമുള്ള സജീവിൻ്റെ വിളിയിൽ നടത്തം നിർത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ വാടിയ കണ്ണുകൾ അവൻ്റെ ഉള്ളൊന്നുലച്ചു. വണ്ടി ഞാൻ വീട്ടിലെത്തിച്ചു. തന്നെ ചോദിച്ചിരുന്നു. തൻ്റെ കൂട്ടുകാരി 2 ചാട്ടം. അവൻ പറഞ്ഞതും അനുവിനെ ആലോചിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനിന്ന് അമ്പലത്തിലേക്ക് പോന്നപ്പോൾ അവളെ കൂടെ കൂട്ടിയില്ല. അതിൻ്റെ ദേഷ്യം നിങ്ങളോട് തീർത്തതാകും. എന്തേ തനിച്ച്? കൂട്ടുകാരിയെ കൂട്ടായിരുന്നില്ലേ? തനിച്ച് പോരണമെന്ന് തോന്നി സജീവേട്ടാ. ഞാനും കൂടെയുണ്ട് അമ്പലത്തിലേക്ക്. അവളുടെ കൂടെ നടക്കുമ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് തോന്നി അവന്. അമ്മ, അവൾ അവനെ നോക്കി ചോദ്യം പോലെ പുരികമുയർത്തി. എന്നത്തേം പോലെ വഴക്ക് തന്നെ. ശരിക്കും താൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അവന്തിക. കൂടെ നിൽക്കാൻ ഒരുപാട് പേരില്ലേ? എൻ്റെ കാര്യമൊന്ന് നോക്ക്. അമ്മ പോലും വെറുത്തവൻ. ഞാനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമായിരിക്കും അല്ലേടോ? ചിരിയോടെ പറഞ്ഞ് അവൾക്ക് മുന്നേ തൻ്റെ ഷർട്ട് അയച്ച് കയ്യിലെടുത്ത് അവൻ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അനുനിമിഷം അവൾ അവനെ മാത്രം നോക്കി. ശരിയാണ്, തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാൻ തൻ്റെ വീട്ടുകാരുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ അവസ്ഥയോ? അവളിൽ സഹതാപം തോന്നി. മനസ്സ് നിറഞ്ഞ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു നടക്കുമ്പോൾ സജീവും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് അടുക്കും തോറും വലിയ ബഹളങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു. സജീവും ഇവയും പരസ്പരം ഒന്ന് നോക്കി. അവരുടെ നടത്തത്തിൻ്റെ വേഗത കൂടി. വീടിന് മുറ്റത്തേക്ക് വന്നവളെ വരവേറ്റത് പോലീസുകാരായിരുന്നു. കുട്ടി ബലം പിടിക്കാൻ നിൽക്കരുത്, സ്റ്റേഷനിൽ വരണം. സാർ, എന്താ പ്രശ്നം? തറഞ്ഞു നിൽക്കുന്നവളുടെ മുന്നിൽ കയറിക്കൊണ്ട് സജീവ് ചോദിച്ചു. മോഷണം. അവിടെ തീവ്രമായി അന്വേഷിച്ചു. ഈ കൊച്ചി ഇട്ടിരുന്ന ടേബിളിൻ്റെ ഡ്രോയറിൽ നിന്നും പണം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊച്ചിനെ കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, അങ്ങനെ എൻ്റെ കൊച്ച് ചെയ്യില്ല സാറേ, വിനോദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൂടെയുള്ള പോലീസുകാരി സജീവനെ മാറ്റിക്കൊണ്ട് ഇവയെ പിടിച്ച് ജീപ്പിലിരുത്തി. ജീപ്പ് അവളെയും കൊണ്ടുപോയതും ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. ഇങ്ങനെ മോഷ്ടിച്ചതിൽ നിന്നാകും വണ്ടിയൊക്കെ. അയൽവാസികൾ അവർ കേൾക്കാനായി പുലമ്പിയതും പ്രതീക്ഷിക്കാതെ അനുവിൻ്റെ ശബ്ദം മുഴങ്ങി. കാര്യമറിയാതെ സത്യമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് പിറുപിറുത്താൻ എല്ലാത്തിൻ്റെയും നാവ് തീയിടും ഈ അനാമിക. പറഞ്ഞേക്കാം, നല്ലത് ചെയ്യുമ്പോൾ ഒരുത്തനും ഉണ്ടാകില്ല, അല്ലെങ്കിൽ എഴുന്നള്ളി വരും ഓരോന്ന്. ദേ കൊച്ചേ, ആ പെണ്ണ് കട്ടുപോയതിന് ഞങ്ങൾ എന്ത് പിഴച്ചു? വിത്ത് ഗുണം 10 ഗുണം, അയൽക്കാരിയായ ശാരദ പറഞ്ഞു. ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്. അതുവരെ മിണ്ടാതിരുന്ന നന്ദുവിൻ്റെ ശബ്ദമുയർന്നു. സജീവേട്ടാ, വണ്ടിയെടുക്ക്, സ്റ്റേഷനിൽ പോകണം. കേട്ട പാതി സജീവ് ബൈക്കിൽ കയറി. പിന്നാലെയായി നന്ദുവും. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ നന്ദു ഓടിപ്പിടിച്ച് അകത്തേക്ക് നടന്നു. എന്താ? പുറത്തു നിന്നിരുന്ന ഒരു പോലീസുകാരൻ ചോദിച്ചതും നന്ദു അകത്തേക്ക് പാളി നോക്കി. ഇപ്പോൾ കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയാണ്. ഓ, ആ കൊച്ച്. പേടിക്കണ്ട, അയാൾ വന്നിട്ടുണ്ട് മഹിസാർ. കേസ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അയാൾ പോയതും ഇവ അകത്തു നിന്നും ഇറങ്ങി വന്നു. നന്ദുവിനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ എടുത്തിട്ടില്ലെന്ന് അവരോട് പറയും നന്ദു. ഞാനല്ല അത് അവിടെ വെച്ചത്. കരച്ചിൽ കൂടി വന്നിരുന്നു. ചേച്ചി വാ. സജീവേട്ടാ, ചേച്ചിയെ വീട്ടിലേക്ക് ആക്കിയേക്കുമോ? ഞാൻ വന്നോളാം. നന്ദു പറഞ്ഞതും സജീവ് തലയനക്കി. സജീവിന് പിന്നിൽ അവൾ ഇരുന്നതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. വീടിന് മുന്നിൽ ഇറങ്ങുമ്പോൾ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവരുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു. വിഷമിക്കാതെ, കൂടെയുണ്ട്. കരഞ്ഞു വീർത്ത മുഖത്തേക്ക് നോക്കി അവൻ അത് പറഞ്ഞെങ്കിലും അവളിൽ ഒരു ഭാവമാറ്റം ഉണ്ടായില്ല. അവൻ കൈവിട്ടതും അവൾ വീട്ടിലേക്ക് നടന്നു. എവിടെ നിന്നോ
അനു കാറ്റുപോലെ അവളെ പുണർന്നു. അത് കണ്ടതും ഒരു ചിരിയോടെ സജീവ് തിരിച്ചുപോയി. മരവിച്ചു പോയിരുന്നു ഇവ. അവൾ തിരിച്ചു പുണർന്നില്ല. എല്ലാവർക്കും മുന്നിൽ താൻ കള്ളിയാണെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നു. അനുവിനെ മാറ്റി തൻ്റെ റൂമിലേക്ക് നടന്നു അവൾ. ജീവിക്കണ്ട, ഇനി ജീവിക്കണ്ട. എല്ലാവരും താൻ കാരണം പഴി കേട്ടു. ഹൃദയത്തിൻ്റെ നോവ്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നാട്ടുകാർക്കിടയിൽ കള്ളിയായി. ഇനി ജീവിതം എന്തിന്? അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഒരു തീരുമാനമെടുത്ത പോലെ അവൾ ഒന്ന് നിശ്വസിച്ചു. ചേച്ചി എവിടെ? അകത്തേക്ക് കയറിക്കൊണ്ട് നന്ദ ചോദിച്ചു. വന്നപ്പോൾ മുതൽ മുറിയിൽ കയറിയതാ. കഴിക്കാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ വേണ്ട, കഴിക്കണില്ലാന്ന് പറഞ്ഞു. അനു വിഷമത്തിൽ പറഞ്ഞു. നന്ദു ഇവയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. മുഖത്ത് കൈവച്ച് കണ്ണടച്ച് കിടക്കുകയാണ് അവൾ. ചേച്ചി എഴുന്നേൽക്ക്, കഴിക്കണ്ടേ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട നന്ദു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് എഴുന്നേറ്റിരുന്നേ. അവൻ അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റിരുത്തി. അനുവേച്ചി കുറച്ച് ചോറെടുത്തേ, അവൻ വാതിൽക്കൽ നിൽക്കുന്ന അനുവിനോടായി പറഞ്ഞു. അനു ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഇവേച്ചി കഴിക്കാണ്ട് കിടക്കണ്ട. അപ്പോഴേക്കും അനു ഫുഡും കൊണ്ട് വന്നിരുന്നു. അവൻ അനുവിൻ്റെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങിക്കൊണ്ട് ഇവയ്ക്ക് നൽകി. കഴിക്ക്, വിശപ്പില്ലടാ. ഇങ്ങോട്ട് താ. അവൻ ആ പാത്രം വാങ്ങി അതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് വായ തുറന്നു. നന്ദു ഓരോ ഉരുളകളും ചിരിയോടെ അവൾക്ക് നൽകി. അവൻ്റെ സന്തോഷം കളഞ്ഞ് അത് കഴിക്കാതെ ഇരിക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. അനു അവിടെ നിന്നും പോകാൻ തുനിഞ്ഞതും നന്ദു അവളെ കൂടെ വിളിച്ച് അടുത്തിരുത്തി. അവൾക്ക് കൂടി വാരിക്കൊടുക്കുമ്പോൾ വാതിലിന് മറവിൽ ഒളിഞ്ഞു നിന്ന് നീനുവും അമ്മുവും എനിക്കും വേണമെന്ന് പറഞ്ഞു വാശിയോട് കൂടെ അകത്തേക്ക് വന്നു. പരസ്പരം കളിയാക്കിയും ദേഷ്യപ്പെട്ടും പിണങ്ങിയും 5 പേരും മറ്റൊരു ലോകത്തായിരുന്നു. ഇവയും അവളുടെ ചിന്തകളും മാറി. സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന മക്കളെ കണ്ട് ആ മാതാപിതാക്കളുടെ ഹൃദയവും തണുത്തു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവയുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അതുവരെ സന്തോഷിച്ചിരുന്ന ഇവയുടെ മുഖം അവരെല്ലാം പോയതും മങ്ങിയിരുന്നു. അവൾ കലുഷിതമായ മനസ്സോടെ കിടന്നു. മഹിയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു ചെറിയ കാര്യത്തിന് തന്നെ അവൻ കുടുക്കി. അക്ഷരയോട് പോലും ഒരു നിമിഷം അവളിൽ വെറുപ്പ് നിറഞ്ഞു. രാത്രി ഒത്തിരി വൈകിയാണ് അവൾ എഴുന്നേറ്റത്. മുടി ഒതുക്കി വെച്ച് അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നീ പോകുന്നില്ലേ? നന്ദുവിൻ്റെ റൂമിൽ നിന്നുള്ള സംസാരം കേൾക്കെ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് കാതോർത്തു. ഇല്ല, ഈ പ്രശ്നം മാറാതെ ഞാൻ ഇങ്ങനെ കോളേജിൽ പോകും. എനിക്കവിടെ സമാധാനം കിട്ടില്ല. നന്ദു പറയുന്നത് കേട്ട് ഇവയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാണ്, അവനെ കളിയാക്കും. കോളേജിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ എൻ്റെ നന്ദുവിന് കഴിയില്ല. അവൾ വീണ്ടും മുറിയിലേക്ക് പോയി. മണിക്കൂറുകൾ കഴിഞ്ഞതും അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മരിച്ചാൽ മതി. മനസ്സിൽ അതുമാത്രമായിരുന്നു. പാടം കഴിഞ്ഞ് റോഡിലേക്ക് നടക്കുമ്പോൾ ചരക്കുമായി വരുന്ന വലിയ വാഹനങ്ങളായിരുന്നു അവളുടെ ലക്ഷ്യം. റോഡ് സൈഡിൽ നിന്നും കണ്ണുകളടച്ച് മനസ്സിനെ പാകമാക്കി. ഒറ്റപ്പെടില്ല. കൂട്ടിനു പോരാൻ ഒരുങ്ങി മരണം മുന്നിൽ തന്നെയുണ്ട്. വലിയ ലോറിയുടെ ഹോൺ കേട്ടതും കണ്ണുകളടച്ച് അവൾ മുന്നിലേക്ക് നടന്നു. ലോറി ആഞ്ഞെടുത്തതിനെ തൊട്ട് മുന്നേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരോ പിന്നിലേക്ക് വലിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി. സജീവിൻ്റെ ഹൃദയം പിടഞ്ഞു. നീ പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും പെണ്ണെ? കിട്ടില്ലെന്നറിയാമെങ്കിലും എൻ്റെ ജീവൻ നിലനിൽക്കുന്നത് നിന്റെ ചിരിയിലാ. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുമ്പോഴും കണ്ണു തുറക്കാതെ തന്നെ നിൽക്കുന്നവളെ അവൻ തട്ടി വിളിച്ചു. ഇവ. അവൻ്റെ വിളിയിൽ അടച്ച മിഴികൾ തുറന്നുകൊണ്ട് അവൾ നോക്കി. സജീവിൻ്റെ കൈക്കുള്ളിൽ നിന്ന് മാറുമ്പോൾ അവൾ ഒന്ന് പരുങ്ങി. തൻ്റെ മുന്നിൽ നിന്ന് പരുങ്ങുന്നവളെ കണ്ട് അവൻ ഒന്ന് ഇരുത്തി നോക്കി. സജീവേട്ടൻ എന്താ ഇവിടെ? പരുങ്ങൽ മറച്ചു വെച്ച് ചോദിക്കാൻ അവൾ നന്നേ പ്രയാസപ്പെട്ടു. ഒരാൾ പാതിരാത്രി റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട് പിന്നാലെ വന്നതാ. അടുത്ത ചരക്ക് 3:30-നാണ്. ഞാൻ പോകാം, അതുകൊണ്ട് പിടിച്ചു മാറ്റില്ല. 2 മണിക്കൂർ കൂടെയുണ്ട്. ഇവിടെ നിൽക്കാമോ? അയ്യോ സജീവേട്ട പോവല്ലേ. ആ സഹദേവേട്ടനും കൂട്ടുകാരും കള്ളും കുടിച്ച് ഇതിലേ വരാറുള്ളതാ. എനിക്ക് പേടിയാ, അവൾ ദയനീയതയോടെ പറഞ്ഞു. അവൻ ചിരിച്ചു പോയി. നീ ആത്മഹത്യക്ക് വന്നതല്ലേ? നല്ല ധൈര്യം. നീയാണോ ലോറിക്ക് മുന്നിൽ ചാടുന്നത്? അവൻ ചിരിയോടെ പറഞ്ഞെങ്കിലും അവളുടെ മുഖം വാടി. എനിക്ക് പറ്റുന്നില്ല. എല്ലാവർക്കും ഞാൻ കാരണം നാണക്കേടായില്ലേ? അവൾ വിതുമ്പി. താൻ എന്താ ഇങ്ങനെ? ഒന്നാലോചിച്ചാൽ തൻ്റെ വീട്ടുകാർ മുഴുവനും തൻ്റെ കൂടെ തനിക്ക് കൂട്ടായിട്ടുണ്ട്. താനൊന്ന് ആലോചിച്ചു നോക്ക്. നീ മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വീടിൻ്റെ അവസ്ഥ, എല്ലാത്തിനപ്പുറം നിൻ്റെ അനുവിൻ്റെ അവസ്ഥ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ജീവിക്കാൻ നോക്ക്. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കും അവർക്കും അറിയാം. പിന്നെ എന്തിന് ഇങ്ങനൊരു സാഹസം?
അവൻ പറഞ്ഞത് അവൾ ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, തൻ്റെ കുടുംബം അത് രക്ഷിക്കണം. ഞാനില്ലെങ്കിൽ എൻ്റെ അനു തളർന്നു പോവില്ലേ? ഒരു നിമിഷം സജീവ് വൈകിയെങ്കിൽ താൻ മരിച്ചു പോയേനെ എന്നോർക്കെ അവൾ അവനെ നന്ദിയോടെ നോക്കി. അതെ, എന്നെ ഒന്ന് വീട്ടിലാക്കി തരൂ, എനിക്ക് പേടിയാ. അവളുടെ ചോദ്യത്തിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ അവൾക്ക് കൂടെ നടന്നു. ഒട്ടും ഭയമില്ലാതെ അവൻ്റെ കൂടെ അവൾ നടന്നു. വീട്ടുപടിക്കൽ അവളെയാക്കി അവൻ തിരിഞ്ഞു പോകുമ്പോൾ ചെറുചിരിയോടെ അവളും അകത്തേക്ക് നടന്നു. രാവിലെ തന്നെ കേൾക്കുന്നല്ലോ മായമ്മയുടെ വഴക്ക്. ഇവ ഉണർന്നെങ്കിലും മറ്റൊന്നിനും കഴിയാതെ ബെഡിൽ തന്നെ ഇരുന്നു. മോള് എഴുന്നേറ്റോ? അലമാരയ്ക്കുള്ളിൽ നിന്നും ഒരു വെള്ള പേപ്പർ എടുക്കുന്നതിനിടയിൽ കട്ടിലിൽ ഇരിക്കുന്നവളോടായി വിനോദ് ചോദിച്ചു. ആ അച്ഛാ. നീ ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവ്. നമുക്കൊന്ന് പഞ്ചായത്ത് വരെ പോകണം. പ്രസിഡന്റ് നിനക്ക് നല്ലൊരു ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരണോ? അച്ഛൻ പോയാൽ മതി. എനിക്കെന്തോ. അവൾ തല താഴ്ത്തി. മോളൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, വേഗം പോയി ഒരുങ്ങി വാ. അയാൾ തൻ്റെ മകളുടെ നെറുകയിൽ തലോടി. ആ വാത്സല്യം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു അവൾക്ക്. ഒരു നിമിഷം സജീവേട്ടൻ വരാൻ വൈകിയിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താകും? ഹൃദയത്തിൽ അവൾ സജീവിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവ പതിവ് പോലെ കുളിച്ചൊരുങ്ങി നേരെ അനുവിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ മായമ്മേ, രാവിലെ ബഹളം കേട്ടല്ലോ? ഇവ ചെറുചിരിയോടെ ചോദിച്ചു. കേൾക്കാതെ നിൽക്കുമോ? ഇവൾ ആരാണെന്ന വിചാരം? ഉള്ള പണി കളഞ്ഞു, അതിന് പോകുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. പണിക്ക് പോവാതെ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടാനാ? നീയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വാ. മായ ദേഷ്യത്തോടെ പറഞ്ഞുപോയി. ഇവ അകത്തേക്ക് നടന്നു. മുറിയിൽ പിറുപിറുത്ത് ദേഷ്യത്തിൽ അനു നിൽക്കുന്നു. നിനക്ക് എന്താ അനു? പണിക്ക് പോവാതെ എങ്ങനാ? ഞാൻ പോകുന്നില്ല. നീ കൂടെ പോകാതെ നിന്നാൽ ശരിയാവില്ല. ചെല്ല്, ഒരുങ്ങിക്കേ, ഒരുമിച്ച് പോകാം. ഞാനും അച്ഛനും പഞ്ചായത്ത് വരെയുണ്ട്. നീയില്ലാതെ എനിക്ക് പറ്റില്ലിവ, അനു വിഷമത്തോടെ പറഞ്ഞു. ദേ പെണ്ണെ, ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. വേഗം ഒരുങ്ങിയിറങ്ങ്. മായമ്മേ, ഇവൾക്കുള്ള ചോറ് കൊടുത്തേക്ക്. ഇവ അനുവിനെ തറപ്പിച്ചു നോക്കി വീട്ടിലേക്ക് നടന്നു. പോവാ മോളെ. അവളെ കണ്ടതും വിനോദ് ചോദിച്ചു. പോകാ അച്ഛാ, അനുകൂടി വന്നോട്ടെ. ഇവ അനുവിനായി കാത്തുനിന്നു. അല്പസമയം കഴിഞ്ഞതും അനുവും എത്തി. മൂവരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കിസാൻ വരുന്നത് കണ്ടതും ഇവ അനുവിൻ്റെ പിന്നിലായി നിന്നു. ബസ്സിൽ കയറിയതും സജീവ് അല്ലെന്ന് കാണെ അവളുടെ നെറ്റി ചുളിഞ്ഞു. എവിടെ പോയി കാണും? അവൾക്കറിയണമെന്ന് തോന്നി. മനസ്സ് തുറന്ന് ഒരു നന്ദി പറയണമെന്ന് കരുതി. അല്ല സുഗു, എവിടെ സജി? വിനോദിൻ്റെ ചോദ്യം കേട്ടതും അയാളുടെ മറുപടിക്ക് അവളും കാതോർത്തു. ഓ, അതിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അതിൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇന്നലെ ആരെയോ വിളിച്ചു വന്നു. കെട്ടിയവനാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവൻ കുറച്ച് തർക്കിച്ചു. പറയാനുണ്ടോ? ആ പെണ്ണുമ്പിള്ള അവനെ പുറത്താക്കി. രാവിലെ തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുക. അയാൾ കാര്യം കഴിഞ്ഞു പോയി. ജീവനുണ്ടെന്നാ സജീവ് രാവിലെ പറഞ്ഞത്. സുഗു ഒരു വിവരണം തന്നെ കൊടുത്തു. ഇവയുടെ ഹൃദയം എന്തിനോ നൊന്തു. ആ സമയം അപ്പോൾ വഴക്കുണ്ടാക്കി വന്നതാകും. പഞ്ചായത്ത് പടി ഇറങ്ങിക്കോ. കിളി വിളിച്ചു പറഞ്ഞതും അനുവിനെ നോക്കി തലയാട്ടി ഇവ അച്ഛൻ്റെ കൂടെ ഇറങ്ങി. പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ചൂഴ്ന്നു നോട്ടം അവളിൽ അസഹ്യതയുണ്ടാക്കി. പറഞ്ഞില്ലേ വിനോദേ, കള്ളിയാണ്. ഒരു ജോലി കിട്ടാൻ പാടാണ്. ആ പറഞ്ഞത് വിനോദിനും രസിച്ചില്ല. എൻ്റെ കുഞ്ഞ് കള്ളിയൊന്നുമല്ല സാറേ. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കള്ളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോള് വാ, നമുക്ക് വേറെ ജോലി നോക്കാം. പ്രസിഡന്റ് ഇനി ജോലി നോക്കി ബുദ്ധിമുട്ടണമെന്നില്ല. അയാളോട് പറഞ്ഞുകൊണ്ട് വിനോദ് തൻ്റെ മകളെ ചേർത്ത് നിർത്തി. മോള് വിഷമിക്കണ്ട, പറയുന്നവർ പറയട്ടെ. എൻ്റെ കുഞ്ഞിനെ അച്ഛനറിയാം. അവൾ അയാളുടെ നെഞ്ചിലേക്ക് വിതുമ്പലോടെ ചാഞ്ഞു. അനുവിന് ഒന്നിലും ഒരു ഉന്മേഷം തോന്നിയില്ല. ഇവയുടെ അവസ്ഥ എന്താകും? ജോലി കിട്ടിക്കാണുമോ? അനു ആകെ വിഷമിച്ചു പോയി. MD വരുന്നുണ്ട്. ഹേമ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അനുവിന് ദേഷ്യം തോന്നി. ഗതികേടായിപ്പോയി. ഇല്ലേ പോയേനെ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. ആകാശ് വന്നുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചു. ആ പ്രശ്നത്തിന് ശേഷം പ്രത്യേകം പരിശോധന പതിവാണ്. ആകാശ് അനുവിനെ ഒന്ന് നോക്കി. മങ്ങിയ മുഖം. എന്നും ഉന്മേഷത്തോടെ ഓടി നടന്നവൾ ഒതുങ്ങിപ്പോയി. എന്തു പറ്റി? അനുവിനോടായി ആകാശ് ചോദിച്ചു. ഒന്നുമില്ല സാർ. സാറിൻ്റെ പരിശോധന കഴിഞ്ഞെങ്കിൽ മാറിയാൽ എനിക്ക് എൻ്റെ പണി എടുക്കാമായിരുന്നു. ആകാശിനോട് പറഞ്ഞുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. അവനൊന്ന് കണ്ണുകൊണ്ട് നോക്കിയ ശേഷം അവിടെ നിന്നും മാറിയിരുന്നു. ഇവ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു ജോലി എവിടുന്ന് ഒപ്പിക്കും? അതുമാത്രമായിരുന്നു മനസ്സിൽ. ചേച്ചി,
അമ്മു വിളിച്ചതും ഇവ ഒന്ന് ഞെട്ടി. എന്താ അമ്മു? അത് പരിപാടി കുറച്ച് ആദ്യമേ ആക്കി. ചേച്ചി അനുചേച്ചിയോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോകണം.